ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചേരാറുണ്ട്. പക്ഷേ ഏത് ക്ലാസ്സിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. നമുക്ക് ഏത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും നമുക്ക് സംസാരിച്ചിട്ട് വേണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് പഠിച്ച് കാര്യങ്ങൾ മറ്റുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവരുമായി സംസാരിക്കണമെങ്കിൽ വേറെ ആളില്ല എന്നുള്ള. പക്ഷെ അതിനുള്ളൊരു ഏറ്റവും നല്ല മാർഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് AI. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളെ അതിന് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിലും അറിയിക്കാൻ മറക്കരുത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരായ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്ത ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകും. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം മൊബൈലിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടുന്നില്ല എന്നുള്ളൊരു പരിഭവം നമുക്ക് ഇതോടെ തീർക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാനും പറ്റും. അത് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു വെബ്സൈറ്റ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഐക്കൺ കണ്ടില്ല, ഒരു ആൻഡിൻ്റെ ഒരു ഐക്കണാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ചെയ്യാം. ഇവിടെ നമുക്ക് കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറയുന്നുണ്ട് മോർ ദാൻ 40 ഡിഫറെൻറ്റ് പ്രാക്ടീസ് ടാസ്ക്, 40ഓളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് ഇതുവഴി AI വഴി നമുക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ 5 ന്യൂ കംപ്ലീറ്റ് ടെസ്റ്റ് ടു ബിൽഡ് യുവർ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഗെറ്റ് യുവർ സ്കോർസ് ഫോർ ടാസ്ക്, ഓരോ ടാസ്കിനനുസരിച്ച് നമ്മുടെ സ്കോറുകൾ പറയുന്നുണ്ട്. പിന്നെ കളക്ട് അവാർഡ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഗോ ടു ദി ന്യൂ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫേസിലേക്ക് ഇവിടെ മാറുന്നുണ്ട്. ഇവിടെ ഇറ്റ്സ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ലോഗിൻ ചെയ്യണം. ഇതാണ് നമുക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ലോഗോ ഇതാണ് വരുന്നത്. ഈ ലോഗോൻ്റെ താഴേക്ക് നമ്മൾ ഇവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനും ഇവിടെ സാധിക്കുന്നുണ്ട്. സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രൈ ഇറ്റ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. പ്രാക്ടീസ് എ സ്പീക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രാക്ടീസ് ടേക്കിംഗ് എ കംപ്ലീറ്റ് ടെസ്റ്റ്, ടോക്കിംഗ് കംപ്ലീറ്റ് ടെസ്റ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രാക്ടീസ് ടേക്കിംഗ് എ കംപ്ലീറ്റ് ടെസ്റ്റിന്റെ ഇവിടെ താഴെ വീഡിയോ പ്രസന്റേഷൻ ആയിട്ട് ഇവിടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ചെറിയൊരു ടെസ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അതായത് നമ്മുടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ്, അതായത് എത്രത്തോളം നമുക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനനുസരിച്ചിട്ടാണ് നമുക്കൊരു ഗ്രേഡ് നിശ്ചയിക്കുക. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ ഇവിടെ നമുക്ക് പ്രൊഫൈലിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫേസ്ബുക്ക് ID വെച്ചിട്ട്, ഇപ്പം ഞാൻ ഇവിടെ ഫേസ്ബുക്ക് ID വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുക്കാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാൻ എൻ്റെ പേര് തന്നെ കണ്ടിന്യൂസ് അഭിലാഷ് എന്നുള്ള അത് തന്നെ കൊടുക്കുകയാണ്. അതായത് ഫേസ്ബുക്ക് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. കാരണം Gmail യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കാതെ തന്നെ നമ്മൾ ഓൾറെഡി ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത ആളുകളാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രാക്ടീസ് ടോക്കിംഗ് കംപ്ലീറ്റ് ടെസ്റ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിന് മുൻപ് ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ആൻസർ ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ സെൽഫ് കാണിക്കുന്നുണ്ട്. പിന്നെ ഗിവ് യുവർ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗിവ് എ പ്രസൻറ്റേഷൻ അബൌട്ട് നിങ്ങൾ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് AI നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ലിസൺ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് കൊടുക്കുക. ആൻസർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഓരോരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഗിവ് എ പ്രസൻറ്റേഷൻ അബൌട്ട് ഗ്രാഫിക് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. റീഡ് അലൗഡ് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇംഗ്ലീഷ് ABCD അറിയാത്തവർക്കുള്ളതല്ല, നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവർക്കാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് മൈക്രോഫോൺ അലോ ചെയ്യാത്തവരാണെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പറിൽ ആ ലിസണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കയറുവാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കണ്ടില്ലേ,
ഇതേപോലെ ഒരു 8 ക്വസ്റ്റ്യൻസോളം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്രേഡ് തിരിച്ചിട്ട് നമ്മൾ ഏത് ലെവൽ മുതലാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമായിട്ടുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കാനും മറന്നു പോകരുത്. നേരിട്ട് ഇതിലേക്ക് കയറാൻ പറ്റില്ല. നമുക്കുള്ള ഇതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും അതിന് സംസാരിക്കാൻ ഒരാളെ കിട്ടുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. തീരെ അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതിൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് നമ്മളുടെ ഇംഗ്ലീഷ് മറ്റൊരാളുമായി സംസാരിച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിയിലാണ് ഈ AI-യിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്തതിന് ശേഷം ഇതിലുള്ള പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറന്നു പോകരുത്. ഈ ഒരു AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.